എന്താ പറയുക, അമ്മാതിരിയുള്ള ഒരു സൈക്കോ തന്നെയായിരിക്കാനാണ് സാധ്യത. കൊണ്ട് കൂട്ടുകാരെയും കൂട്ടി ഫുള്ളും അടിച്ചിട്ട് കാരണം അപ്പോഴും അമ്മ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവിടെ കിടക്കുമ്പോഴാണ് പോയിട്ടേക്കുന്നത്. JK വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇടുക്കിയെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. പുറത്തു വരുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഏപ്രിൽ 4 രാത്രിയാണ് സ്വന്തം അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ രജിയെയും സജി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയ വിവരവും പ്രതി ഇപ്പോൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏപ്രിൽ 4 രാത്രിയാണ് സ്വന്തം അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ രജിയെയും സജി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത്. മദ്യപിച്ചെത്തിയ രവി ഭക്ഷണം കഴിക്കുന്നതിനിടെ TV ഓഫ് ചെയ്തതും ചോറടങ്ങിയ പ്ലേറ്റ് നിലത്തടിച്ചതുമാണ് സജിയെ പ്രകോപിപ്പിച്ചത്. തർക്കം മൂത്തതോടെ രജിയെ മർദ്ദിച്ച് അവശനാക്കി കസേരയിലിരുത്തിയ ശേഷം പിന്നിൽ നിന്ന് തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സഹോദരൻ മരിച്ചെന്നുറപ്പുവരുത്തിയ ശേഷമാണ് സജി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞത്. രജിയെ ആക്രമിക്കുന്നത് തടയാനായിട്ട് എത്തിയതായിരുന്നു അമ്മ മേരിക്കുട്ടി. എന്നാൽ സജിയുടെ ഉള്ളിലെ ക്രൂരത അവരെയും വെറുതെ വിട്ടില്ല. സജിയുടെ ശക്തമായ ഇടിയേറ്റ് ബോധരഹിതയായി വീണ അമ്മയുടെ തല ഭിത്തിയിൽ ആഞ്ഞടിപ്പിച്ചാണ് മരണം ഉറപ്പാക്കിയത്. ഇത്രയും ദാരുണമായ കൃത്യം ചെയ്ത ശേഷവും യാതൊരു ഭാവമാറ്റവുമില്ലാതെ 2 മൃതദേഹങ്ങളും 2 ദിവസത്തോളം ഇയാൾ ആ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു എന്നത് പോലീസ് ഉൾപ്പെടെ നാട്ടുകാരും ഞെട്ടിത്തിരിച്ചിരിക്കുന്ന ഒരു സംഭവമായി. മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ സജി തെരഞ്ഞെടുത്ത രീതി ഇയാളുടെ കൃത്യമായ ആസൂത്രണത്തിലേക്കും വികൃതമായ മാനസികാവസ്ഥയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. പണ്ട് ചാണകക്കുഴിയുമായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഗത്ത് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയ ശേഷം അവിടെ ഏലച്ചെടികൾ വെച്ചു പിടിപ്പിച്ചു. കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൃതദേഹം പെട്ടെന്ന് അഴുകുമെന്ന് അറിവ് ഇയാൾ എവിടെ നിന്നാണോ നേടിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തോട്ടത്തിൽ പണിയെടുക്കുന്ന സാധാരണക്കാരനെ പോലെ അഭിനയിച്ച് ഇയാൾ എല്ലാ തെളിവുകളും മറച്ചു പിടിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഏകദേശം 25 ദിവസത്തോളം സജി യാതൊരു കൂസലുമില്ലാതെ ആ നാട്ടിൽ കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോവുകയും സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുകയും ചെയ്ത പ്രതി താൻ ഉടനെ തന്നെ വിവാഹിതനാവാൻ പോവുകയാണെന്നും പറഞ്ഞ് നാട്ടുകാരെ ക്ഷണിക്കുകയും പലരിൽ നിന്നുമായി പൈസ കടം വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് ആ ഒരു പേരും പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മൃതദേഹങ്ങൾ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോഴും ഇയാൾ കാട്ടിയ ഈ ഒരു പ്രസന്നത സാധാരണ കുറ്റവാളിയുടേതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു സൈക്കോയുടേതാണെന്ന് പറയാം. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇയാളെ സംശയിക്കുന്നത്. സജിയുടെ അസാധാരണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞെട്ടൽ മാത്രമല്ല, ഒരു അമ്പരപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. ചോദ്യം ചെയ്യലിനിടെ ഒരിക്കൽ പോലും ഇയാൾക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശാന്തനായിട്ടിരുന്നാണ് ഇയാൾ കൊലപാതകത്തിൻ്റെ ഓരോ ഘട്ടവും വിവരിച്ചു കൊടുക്കുന്നത്. വീട്ടിൽ മറ്റാരുമില്ലാത്ത അവസ്ഥയെ ഇയാൾ എങ്ങനെ മുതലെടുത്തു എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മദ്യത്തിൻ്റെ സ്വാധീനത്തിലാണോ അതോ മാനസിക വൈകല്യമാണോ ഇത്രയും വലിയ ക്രൂരതയ്ക്ക് പിന്നിലെന്ന് ശാസ്ത്രീയമായ കണ്ടെത്തേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ 2018 ഇയാളുടെ അച്ഛനും കാണാതാവുന്നത്. ഇയാളുടെ ഫാദർ, അതായത് ഇയാളുടെ അച്ഛനൊരു സുവിശേഷ പ്രസംഗികനാണ്. അപ്പോൾ അയാളെയും കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിനിപ്പോൾ ശക്തമായ സംശയങ്ങളുണ്ട്. പോലീസുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും ഉണ്ട്. ഏകദേശം 8 വർഷം മുൻപ് ഇതേ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ അച്ഛനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കണ്ടുകിട്ടിട്ടില്ല. ആ കേസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ലാത്തതിനാൽ സജിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പഴയ ചിലപ്പോൾ വല്ല ബോണസ് രഹസ്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ തിരോധാനം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പോലീസ് വളരെയധികം വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്.
മൃതദേഹങ്ങൾ പുറത്തെടുത്തപ്പോൾ കണ്ട കാഴ്ചകൾ കണ്ടു നിന്നവർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടെ കൂടിയുന്ന ചില നാട്ടുകാർ പറഞ്ഞിരുന്നത്, ശാന്ത സ്വഭാവക്കാരൻ എന്ന് കരുതിയിരുന്ന സജി ഇത്രയും വലിയൊരു ചതിയും ക്രൂരതയും ചെയ്ത് അത് ഒളിപ്പിച്ചു കൊണ്ട് നടക്കുമെന്ന് ആർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. കാമുകിയെയും കൂട്ടുകാരെയും വരെ സജി തൻ്റെ വിവാഹ നിശ്ചയത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിവരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഒരു ഇരട്ട മുഖത്തെയാണ് അവിടെ തുറന്നു കാട്ടുന്നത്. കുറേ നാളുകളായിട്ട് സജിയുടെ അമ്മ മേരിയെ കാണാത്തത് ബന്ധുക്കളിലുണ്ടാക്കിയ അങ്കലാപ്പാണ് സഹോദരി കേസ് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ആ സഹോദരി എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് സഹോദരി കേസ് കൊടുക്കാനുണ്ടായ ഒരു കാരണം, അത് നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഞാനൊരു 3 ദിവസം മുന്നേ അറിയുന്നേ. അത് പറഞ്ഞത് എന്നെ എൻ്റെ അപ്പാപ്പി വിളിച്ചായിരുന്നു. അമ്മയുടെ അനിയത്തി വിളിച്ചിട്ട് വന്ന് നാട്ടുകാരൊക്കെ ചെന്ന് ഒരു പെണ്ണ് വീട്ടിൽ ചെന്നായിരുന്നു. അപ്പോൾ ചോദിച്ചു അമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മയും കൊണ്ട് തേനി മെഡിക്കൽ കോളേജിൽ പോയെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ അതിൻ്റെ തലേന്ന് അപ്പോൾ ആൻറ്റി ഇതറിഞ്ഞുകൊണ്ട് ആൻറ്റി വിളിച്ചു പറഞ്ഞു അമ്മ എൻ്റെ അടുത്താണ് വെച്ചാൽ അപ്പാപ്പി ഒരു 8 മണിയായപ്പോൾ എന്നെ വിളിച്ചു. നിൻ്റെ അടുത്താണോ അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല അപ്പാപ്പി എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഇവിടെ വരത്തില്ലെന്ന് അപ്പാപ്പിക്ക് അറിയാമല്ലോ, അമ്മയ്ക്ക് വയ്യല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അപ്പാപ്പി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, നീ പോലീസിലൊന്ന് ഇങ്ങനെ ഒന്ന് അറിയിച്ചിട്ട് ഇതെന്നാന്ന് അറിയത്തില്ല, അമ്മയെ അറിയിച്ച് കാണുന്നില്ല, പലതും പറയുന്നു. അപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ വന്ന് പപ്പിയോട് പറഞ്ഞു ഇന്ന പോലെ അവിടെ എന്തോ ഇവൻ വീട്ടിലെ സാധനങ്ങളും മുളക് കാക്കക്കുരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കാൻ തുടങ്ങി. ഇപ്പം ദേവിക എന്നൊരോട്ടോ, അവൻ മനോജ് നാച്ചറിൻ്റെ പേര്. അന്നേരം അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം അയൽവക്കക്കാർക്കും ഇവർക്കെല്ലാം ഭയങ്കര സംശയമായിരുന്നു. ഇവരെ കാണുന്ന റീചാർജ് എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം അല്ലെങ്കിൽ മൈക്സൈറ്റിന് വർക്കാം. അപ്പം അതിന് പോകുമ്പോൾ എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ള ആളാണ്. അപ്പം ഈ 3 ഓട്ടോ മാത്രമേ അവിടുന്ന് റേസസും വിളിക്കാറുള്ളൂ എൻ്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. അപ്പം ഈ 3 ഓട്ടോയിലും വിളിച്ച് അമ്മയെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. അന്നേരം അമ്മ എന്തെന്ന് വെച്ചപ്പോൾ അമ്മയെ കാണുന്നില്ല, റേച്ചാനെയും കാണുന്നില്ല. അങ്ങനെയാണ് അന്വേഷണം വന്നത്. അത് കഴിഞ്ഞ് അപ്പം അങ്ങനെയാണ് ആ ഒരു അന്വേഷണം വന്നത്. അതായത് ഓട്ടോ ഓടിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പം ആ ഒരു പ്രദേശത്ത് നിന്ന് 3 ഓട്ടോകളാണ് ആകെ വിളിക്കാറുള്ളത് ഈ സഹോദരനായിട്ടുള്ള റിജി. ആ 3 ഓട്ടോക്കാരും ഇവിടുന്ന് ഓട്ടം കൊണ്ടുപോയിട്ടില്ല. അപ്പോഴാണ് ഈ ഓട്ടോക്കാരന് സംശയം തോന്നുന്നത്. പിന്നെ ഈ പ്രതിയായിട്ടുള്ള സജിയുടെ വൈവിധ്യമായിട്ടുള്ള മൊഴികളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ആദ്യ കാരണം. അതായത് പല മൊഴികളാണ്, അതായത് പല രീതിയിലാണ് സംസാരിച്ചിരുന്നത്. ഇപ്പം അമ്മയോട് എന്ന് ചോദിക്കുമ്പോൾ ഒരു മരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ മരിപ്പിന് പോയി എന്നാണ് ആദ്യം പറഞ്ഞത് നാട്ടുകാരോടൊക്കെ. പിന്നെ പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോയി. അപ്പം അങ്ങനെ പല രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞപ്പോൾ അത് മിസ്മാച്ചായി പോയി. അങ്ങനെയാണ് പ്രതിയിലേക്ക് അന്വേഷണം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഞാൻ മണ്ടമേട് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു, എൻ്റെ അമ്മയെ ഞങ്ങളെയും കാണുന്നില്ല, ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് അവിടെ കൊടുത്ത് അവർ നെടുങ്കണ്ടത്തിന് ഫോർവേഡ് ചെയ്തു. അന്ന് വൈകുന്നേരം ഞാൻ നെടുങ്കണ്ടത്തിൽ വന്ന് ഇതെല്ലാം എഴുതിയെല്ലാം പരാതി കൊടുത്തു കഴിഞ്ഞ് സാറുമാർ പോയി അന്വേഷിച്ചപ്പം റേസസിന് അമ്മ അവിടെ ഇല്ല. ഇവൻ ഒരു ബാഗൊക്കെ ഇട്ട് പുറത്ത് നിൽപ്പുണ്ട്. ദീപു സാറെന്ന് പറഞ്ഞ സാറ് വന്ന് ഇവനോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അത് പുള്ളിക്കാരൻ ബാഗൊക്കെ ഇട്ടിട്ട് സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എവിടേക്കെങ്കിലും പോവാനുള്ള ഒരു പരിപാടിയിലാണ് ആള് നിന്നിരുന്നത്. കഴിഞ്ഞ വെച്ച് ഇവര് സാർമാർ അവിടുന്ന് പരായിട്ട് അനുസരിച്ച് രാത്രിയിൽ ചെന്നപ്പോഴത്തേക്കും രാത്രി ആയില്ല, ഒരു സന്ധ്യാകാറായി. ആ സമയമായപ്പോഴത്തേക്ക് അവരെ വണ്ടി അവിടെ വരുന്ന കണ്ടു ഇവൻ ഇറങ്ങി ഓടി ബാഗും കൊണ്ട് മണ്ടയിലേക്ക് ഓടിയെന്നാ പറഞ്ഞത്. ആ സമയം ഞങ്ങൾ ഇന്ദ്രൻസിലെ ആടില് ഷമീർ വരുമ്പോൾ പിന്നെ അമരം വഴി മുകളിലേക്ക് ഓടില്ലേ, ആ കണക്കിന് ആൾ ഓടി. ഒരു മലമുകളാണ്. അപ്പോൾ അതിൻ്റെ കയറ്റത്തേക്ക് ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെടുങ്കണ്ടത്തേക്ക് പോകുന്ന ഒരു റോഡ് കിട്ടും. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആൾ ഓടിയെന്നാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞത്. അത്രേ അന്തേ അറിയത്തുള്ളൂ. പിന്നെ ഇവന് സ്മോൾ അടിച്ചിട്ട് വന്ന ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കും. റേസസിന് പഠിക്കാം എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കും. അങ്ങനെ ഇവൻ അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് ഇവര് ചെയ്തതാണോ, അമ്മ ഇടയ്ക്ക് ചെയ്തതാണോ, എല്ലാ സംശയത്തിന്റെ പേരിലാണ് നിൽക്കുന്നത്. ഇവന്റെ കൂടെ വല്ലവരും ഉണ്ടോ
ഇതൊന്നും എനിക്ക് അറിഞ്ഞു. പക്ഷെ എൻ്റെ അമ്മയ്ക്കും ആൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അത് അതിൻ്റെ പുറകെ ഇതൊക്കെ വരുന്ന സംശയം എൻ്റെ അച്ഛൻ പോയതിലും എനിക്ക് സംശയമുണ്ട്. അതും എല്ലാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവരുടെ പിതാവ് ആളുടെ ഒരു തിരോധാനം നടന്നിരിക്കുന്നത് 2018 അപ്പോൾ 2018 ഈ തിരോധാനത്തെക്കുറിച്ചും ഇപ്പോൾ സംശയമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് ആണ്. അതിനകത്ത് ഈ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തതിന് ഈ സജി എന്ന് പറഞ്ഞ ആൾ സഹകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ സഹോദരി പറയുന്നത്. പിന്നേന്ന് അത് മാത്രമല്ല, ഇത്ര നാളായിട്ടും ആ ഒരു കേസിൽ ഒരു പ്രധാനമായിട്ടൊന്നും കണ്ടെത്താനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല ആ കേസിന്. അച്ഛൻ രാവിലെ ഒരു 7:15 നെടുങ്കണ്ടം വരെ അന്ന് പകല് 10 മണി വരെ നെടുങ്കണ്ടത്തിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നോ പിന്നെ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പം തിങ്കളാഴ്ച പോയി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ട്. വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ആളെ കാണാണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതേ കണക്ക് ആ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അസ്ഥി കിട്ടാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം റേച്ചൻ എന്നെ വിളിക്കുക. അച്ഛൻ വന്നില്ലേ, ഇങ്ങോട്ട് പറഞ്ഞു വിടണം പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല റേച്ചക്ക, അച്ഛൻ ഇവിടെ വന്നിട്ടില്ല, നീ കള്ളം പറയല്ലെന്ന് പറഞ്ഞു. ഇല്ല വന്നില്ലെന്ന് പറഞ്ഞു. കൊച്ചുങ്ങൾക്ക് വീട്ടിൽ സാധനം മേടിച്ചു തരുമൊക്കെ ചെയ്യുന്നായിരുന്നു. അപ്പൊ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ പോലീസ് പരാതി കൊടുക്കുന്നത്. അത് ചാനലിലും ഫോണിലെല്ലാം വന്നു. ഒരു മാസത്തോളം അച്ഛൻ അന്വേഷണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അന്വേഷിച്ചായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും അന്വേഷണം പോയായിരുന്നു. ഇതുവരെ അച്ഛൻ്റെ ഒന്നും ജീവനോടെ ഉണ്ട്, മരിച്ചിട്ടുണ്ടോ അല്ല. അന്ന് പരാതി കൊടുത്തു. ഞാനും ഞങ്ങളെല്ലാവരും ചേർന്ന് കൊടുത്തു. അന്ന് ഇവൻ വലിയ സഹകരിച്ചില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവൻ അന്നും അച്ഛനെ കാണാതായപ്പോഴും ആളെ തിരക്കാനോ അതായത് അത് കേസ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവൻ സഹകരണവും കാണിച്ചിട്ടില്ല. ഇവൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പം ഈ സഹോദരി പറയുന്നത്. അങ്ങനെ ഉണ്ടെന്ന് ഇവനൊന്നും മനസ്സില്ല. റേച്ചസിന് ഞങ്ങളും നാട്ടുകാരും കൂടെ ബന്ധുക്കാരെല്ലാരും കൂടി അന്വേഷിച്ചു. ഇവന് ചോദിക്കടി വെക്കുന്ന സാധനമൊക്കെ വെച്ച് തമ്മിൽ വഴക്ക് കുടിക്കാൻ അച്ഛൻ വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു. അതാണ് കാരണം. എനിക്ക് തോന്നുന്നത് ഇവൻ ഈ മറ്റേ ലഹരി ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറ്റാളൊരു സുവിശേഷ പ്രസംഗികനായതുകൊണ്ട് തന്നെ മിക്കവാറും ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അവനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും കാരണമായിരിക്കാം. ഇപ്പം ഈ സജി എന്ന് പറയുന്ന ആൾ ഈ റെജീനെയും അമ്മയെയും കൊന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണത്തിലൊരു കാരണമായി പറയുന്നത് തൻ്റെ പിതൃത്വം നിഷേധിച്ചു എന്നാണ്. അതായത് സഹോദരനായിട്ടുള്ള റെജി പറഞ്ഞു, നീ ഇയാളുടെ മകനല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനൊരു കാരണം കൂടി ആളിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതൊരു ദുരൂഹതയുടെ ഗതിയിലാണ്. അതിൽ കൂടെ അന്വേഷിക്കുന്നുണ്ട്. അത് അവിടെ ഒരു ചാണകക്കുഴി, ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചാണകക്കുഴി എന്റെ മുട്ടിനൊപ്പം ഒരു കുഴി ഉണ്ടായിരുന്നു. അവിടെ ഏലൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അവിടെ ഏലമായി. അന്ന് പട്ടിക്കൂടെന്ന് പറയുന്നത് ബാത്റൂമിന്റെ സൈഡിൽ സൈഡിലെ പട്ടിക്കൂട്ടിരുന്നു. ഇപ്പൊ പട്ടിക്കൂട് ഫ്രണ്ടിലായിരിക്കും. കുറെ നാൾ വരെ വീട്ടിൽ പട്ടിയില്ലായിരുന്നു, ചത്തുപോയായിരുന്നു. ഇപ്പൊ ഒരു വലിയ പട്ടിയുണ്ട്. അതിന് അവൻ തന്നെ കൊണ്ടുവന്നതായിരിക്കും, അവന്റെ ഒരു രക്ഷയ്ക്കായിട്ട്. ഇവിടുന്ന് കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു, ഇതെല്ലാം ഒരു ഇതിൽ കിടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടില് സാധനങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറച്ചി കറികളുണ്ട്. അവിടെ സ്മോൾ അടിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ആര് വന്നിരുന്നു. എൻ്റെ അമ്മയെ ഞങ്ങളെ അവിടെ കിടക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു മനസാന്നിധ്യമാണ് കേട്ടോ. ഒരു അമ്മേനെയും സഹോദരനെയും കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് സ്മോളും ചിക്കനും കഴിക്കുന്ന ഒരു മറ്റൊരു ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ച ഒരു മകൻ. ഭയങ്കരം എന്താ പറയുക, അമ്മാതിരിയുള്ള ഒരു സൈക്കോ തന്നെയായിരിക്കാനാണ് സാധ്യത. അഭിനയക്കാരനാണ്. ആരെയും അടുപ്പിക്കൽ വീട്ടിലേക്ക്
കള്ളം മാത്രമേ അതൊന്നും കള്ളം മാത്രമേ അവൻ പറയത്തുള്ളൂ. എന്ത് ചോദിച്ചാലും കള്ളം പറയത്തുള്ളൂ. വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രമാണ്. അടിക്കുമായിരുന്നു. ഒരു 10,000 രൂപ കണ്ട് ഇത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ പോയി കഴിഞ്ഞിട്ട് 10,000 രൂപ ആരണ്ടോട് കടം മേടിച്ചാൽ ഇവന് കല്യാണം പറഞ്ഞാ വാങ്ങിച്ചേ. അപ്പോൾ ആരണ്ട് പറഞ്ഞു അന്നേരം കല്യാണം കഴിക്കാതിരിക്കും അല്ലേ, കല്യാണത്തിനുള്ള പൈസയായിട്ട് ഒരു പ്രോത്സാഹനം പോലെ ഇവരിന് കൊടുത്തതായിട്ട് ഇരിക്കുമായിരുന്നു. ഇവൻ കൊണ്ട് അത് നെടുങ്കണ്ടത്തി ബാറിൽ കൊണ്ട് കൂട്ടുകാരെയും കൂട്ടി ഫുള്ളും അടിച്ചിട്ട് കിടന്നു. അപ്പോഴും അമ്മ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവിടെ കിടക്കുമ്പോഴാണ് പോയിട്ടേക്കുന്നത്. അതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടോ അവന് ജീവനോടെ കിട്ടണം. എനിക്ക് ഇതിന്റെ സത്യം മൊത്തം അറിയണം. അപ്പം ഈ 10,000 രൂപ ആളുടെ കയ്യിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ വിവാഹമാണെന്ന് തെറ്റായിട്ടുള്ള ഒരു ധാരണ എല്ലാവരിലേക്കും പടർത്തിയതിന് ശേഷം പലരിൽ നിന്നുമായിട്ട് പൈസ വാങ്ങുകയും ശേഷം ആ പൈസ കൊണ്ടുപോയി കൂട്ടുകാരുമൊത്ത് നെടുങ്കണ്ടം ബാറിൽ പോയിട്ട് മദ്യപിക്കുകയും. എന്തൊരു വലിയ മനസ്സാണ് ആൾക്ക്. അമ്പോ, ഈ പല കുറ്റവാളികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ക്രൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറയ്ക്കുക, അതൊക്കെ ഓക്കെ. അത് മറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു തന്ത്രപ്പാടാണ് പല കുറ്റവാളികൾക്കും ഉണ്ടാവുക. ഇയാളുടെ ഒരു രീതി നേരെ മറിച്ചായിരുന്നു. ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും പറ്റാത്ത പോലെ അവിടെ കഴിയാനും കള്ളുടിക്കാനും എന്താണ് ഒരു മനക്കട്ടി, അപാരത്തൊലിക്കട്ടിയാണ്, മനക്കട്ടിയാണ്. രണ്ടാമത്തെ പ്രാവശ്യം പോലീസ് എത്തിയപ്പോൾ ഇയാൾ നേരെ മലമുകളിലേക്ക് ഓടിക്കയറി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ വേണ്ടി ഉള്ള വല വിരിച്ചത്. ഇയാളുടെ ബാഗും ഒക്കെ മറ്റും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ദൂരം ഇയാൾക്ക് പോകാനും സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഉണ്ടായാലല്ലേ ഇയാൾക്ക് പോകാൻ സാധിക്കുള്ളൂ. മലമുകളിൽ തന്നെ ഇയാൾ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാതിരിക്കുകയും പക്ഷേ ഇയാൾ സ്വയം മലയിറങ്ങി വരികയും 2-ാം ദിവസം ഇയാൾ സ്വയം മലയിറങ്ങി വന്നിട്ട് ഒരു കടയുടെ മുന്നിലിരുന്നിട്ട് ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നും പറഞ്ഞ് ഏറ്റുപറയുകയും അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യുതി ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആള് മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്വയം കീഴടങ്ങി. അത് ആൾക്ക് പന്തിയല്ലാതെ തോന്നി കാണും, അല്ലാതെ കുറ്റബോധം കൊണ്ടൊന്നല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവെടുപ്പിന് വന്നപ്പോഴും പ്രതി ഒരു കൂസലില്ലാണ്ടാണ് നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കുറ്റബോധം കൊണ്ടൊന്നല്ല ആൾ മല ഇറങ്ങി വന്നത്. ഈ ഡ്രോണുകളൊക്കെ പറക്കുമ്പോൾ എന്തായാലും ആൾ പിടിക്കപ്പെടും എന്നുള്ളത് 100% ഷുവറായപ്പോൾ ആളിറങ്ങി വന്നു, അത്രേ ഉള്ളൂ. വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. പിടിക്കപ്പെടുമെന്നായപ്പോൾ ഇറങ്ങി വന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ആ ചായ്പ്, ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ പട്ടിക്കൂട് എന്ന് പറഞ്ഞത്. അവിടെ ചാണകക്കുഴി എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലാണ്. അപ്പം അവിടെ നിന്നാണ് മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുത്തത്. ഇതിപ്പോൾ ഡോഗ് സ്ക്വാഡ് ഉണ്ട്, ഫോറൻസിക് ഉണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാണ്. എന്താണ് ഈ സഹോദരനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇട്ടിച്ച് അവശനാക്കി കസേരയിൽ എടുത്തിട്ട്
പിന്നിൽ കൂടെ തോർത്തുമുണ്ട് വെച്ച് വലിഞ്ഞിട്ട് നിലത്തിട്ടിട്ട് മുഖത്ത് അടിച്ചും കുത്തിയും ഒക്കെയാണ് കൊന്നിട്ടുള്ളത്. അപ്പോൾ സഹോദരനെ ശ്വാസം മുട്ടിച്ചിട്ടും അമ്മയെ മൂക്കിനിടിച്ചും കൊന്നെന്നാണ് പ്രതി സജിയുടെ മൊഴി ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം മൃതദേഹങ്ങൾ വീട്ടിലെ ചായപ്പിൽ ഒളിപ്പിച്ചു വെച്ചു. അതായത് ഇപ്പം മൃഗങ്ങളൊന്നും വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വലിയ വെയിറ്റാണ് ഈ മൃതദേഹത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മെയ് 4 ശേഷമാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ഈ കൊലപാതകം ചെയ്തു എന്ന് പ്രതി സമ്മതിച്ചതിന് ശേഷമാണ് ഈ വീട്ടിലെത്തിച്ചിട്ട് പ്രതിനെ കൊണ്ട് തെളിവെടുപ്പ് നടത്തിച്ചത്. അപ്പോൾ ഈ തെളിവെടുപ്പിൻ്റെ ഇടയിലാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എങ്ങനെയാണെന്ന് ഈ പ്രതി വിവരിക്കുന്നത്. വാക്ക് തർക്കത്തിനൊടുവിൽ മദ്യപിച്ചെത്തിയിട്ടുള്ള സഹോദരൻ റജിയുടെ മുഖത്തും കയ്യിലും ആദ്യം ഇടിച്ചു. ബോധം പോയപ്പോൾ കഴുത്തിൽ തോർത്തുകൊണ്ട് മുറുക്കിയിട്ട് കൊലപ്പെടുത്തി. അതിനുശേഷം കണ്ടുകൊണ്ടെത്തിയ അമ്മ മേരിക്കുട്ടിയുടെ മുഖത്ത് പലതവണ ഇടിച്ചു. പിന്നെ ചുഴറ്റി ചുമരുമ്പിലേക്ക് എറിയുകയും തല പിടിച്ച് ഭിത്തിയിൽ 3-4 വട്ടം ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തല ഭിത്തിയിലിട്ട് അടിച്ച് മരിച്ചെന്ന് ഉറപ്പുവരുത്താണ് ചെയ്തത്. അപ്പോൾ മൃതദേഹങ്ങൾ വീട്ടിലെ ചായപ്പിലേക്ക് മാറ്റിയിട്ട് ഗ്രീൻ ഷീറ്റ് കൊണ്ട് മറച്ചു. ഇയാളൊരു മരം കയറ്റത്തിൽ അതിവിദഗ്ധനാണ്. അപ്പോൾ ഈ പോലീസ് വന്നിട്ട് ഇവിടെ പരിശോധിക്കുന്നതിലൂടെയും എല്ലാത്തിലൂടെയൊക്കെ ഇയാൾ മരത്തിന് മുകളിലിരുന്നിട്ട് എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇയാൾ മോട്ടീവായിട്ട് പറയുന്നത് സ്വത്ത് തർക്കവും മാനസിക പീഡനവുമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഈ പ്രതിയുടെ പ്രാഥമിക മൊഴി. അതായത് തന്നെ വിവാഹം കഴിക്കാനായിട്ട് സഹോദരൻ റെജി സമ്മതിച്ചിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പിതൃത്വത്തെ ചൊല്ലിയിട്ട് തർക്കമുണ്ടായെന്നും സജി മൊഴി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇരുവരുടെയും മരണം ഉറപ്പാക്കിയിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ വിറകുപുരയിൽ എത്തിച്ചിട്ട് വല ഉപയോഗിച്ചിട്ട് മൂടിയിട്ടു. തുടർന്ന് വീട് വൃത്തിയാക്കി തുണികളൊക്കെ കത്തിച്ച് കളഞ്ഞു. അടുത്ത ദിവസമാണ് വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം സജി സാധാരണ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയെന്നാണ് സജി സമ്മതിച്ചിട്ടുള്ളത്. സ്പോട്ടിൽ ശിക്ഷ വിധിക്കുകയാണ് വേണ്ടത്. ഈ ഇടുത്ത് വെച്ച് ഇയാളെ മൂപ്പിച്ച് കുറേ കാലം ജയിലിലിട്ട് ഭക്ഷണം കൊടുത്ത് ഇയാളെ കൊഴുത്ത് തടിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇയാളെയൊക്കെ സ്പോട്ടിൽ തീർത്ത് കളയണം, മതി ജീവിതം. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രിപ്ഷൻ മറക്കല്ലേ. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.